മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പറയുന്ന 12-ാം തീയതി നമ്മുടെ പ്രിയംവദ കാണാതാവുകയും 12-ാം തീയതി അന്ന് തന്നെ വൈകിട്ട് 4 മണിക്ക് തന്നെ പരാതി സ്റ്റേഷനിൽ കൊടുക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി അവർ 13-ാം തീയതി എഫ്ഐആർ ഇട്ട് പരാതിയുമേൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ 15-ാം തീയതി രാവിലെ ആയപ്പോഴേ അവിടുത്തെ തൊട്ടടുത്ത്, അതായത് ഈ വിനോദ് എന്ന് പറഞ്ഞ ഇപ്പൊ നിലവിൽ പ്രതിയായിട്ടുള്ള വിനോദിന്റെ അമ്മായി അവർ ഈ തലേ ദിവസം, അതായത് 14-ാം തീയതി ഉച്ചയ്ക്കോ വൈകിട്ടോ അവിടെ എന്തോ ഒരു അസ്വാഭാവികതയായിട്ട് വീട്ടിലെന്തോ കണ്ടതായിട്ട് പിറ്റേ ദിവസം പള്ളിയിൽ പോയി വികാരിയോട് പറഞ്ഞപ്പോഴാണ് ഈ നാട്ടിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു ക്രൂരമായ സംഭവം ഇവിടെ നടന്നിട്ടുണ്ടെന്ന് ഇവിടെ ഞാൻ ഉൾപ്പെടെ വരുന്ന ജനപ്രതിനിധികൾക്ക് ഉൾപ്പെടെ മനസ്സിലായി. നമ്മൾ തെരച്ചിലായിരുന്നു. ഇവിടെ തൊട്ടപ്പുറത്തുള്ള മുഴുവൻ CCTVയും പരിശോധനയിലായിരുന്നു. പക്ഷെ ഒരു CCTVയിലും അവരെ ഒരു ഫോട്ടോയോ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ നിലവിൽ ഈ പറഞ്ഞതുപോലെ പോലീസ് വരുന്നു, ഞാൻ അവിടെ സംഭവ സ്ഥലത്തെത്തുന്നു. നമ്മൾ പോകുമ്പോൾ ആദ്യം കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന വിനോദിന്റെ അനിയനായിട്ടുള്ള ഒരു സന്തോഷമാണ് ആ വീട്ടിലുണ്ടായിരുന്നു. അവിടെ ക്ലീനിങ്ങിന്റെ അവിടെ വീട് കഴുകിയിറക്കുന്ന സംഭവമാണ് ആദ്യം കാണാൻ സാധിച്ചത്. പിന്നെ പോലീസിന്റെ അന്വേഷണം നടത്തി പോലീസ് ഉടനെ പ്രതിയെ നേരെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ തന്നെ കുറ്റം സമ്മതിച്ചതായിട്ടാണ് പോലീസിന്റെ അവിടെ നിന്നുള്ള വിവരം. അതുമായി ബന്ധപ്പെട്ട് നേരെ വരികയും പോലീസും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വൈകിട്ട് തന്നെ അവിടെ പുറയിലായിട്ടുള്ള മതിൽക്കെട്ടിനോട് ചേർന്ന് അവിടെ ഒരു കുഴിയൊന്നും എടുത്തിട്ടില്ല, മതിലോട് ചേർന്ന് ബോഡി അവിടെ മറവ് ചെയ്തിട്ട് അതിന് പുറത്ത് മണ്ണിട്ട് കൂട്ടിയ നിലയിലാണ് കാണാൻ സാധിച്ചത്. അവിടെ നിന്ന് പിന്നെ പോലീസ് ബോഡി റിക്കവർ ചെയ്തു. ഇന്നലെ രാത്രി തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവയ്ക്കുകയും ഇന്ന് രാവിലെ ഇപ്പോഴും ഈ വിളിക്കുന്ന സമയത്തും മെഡിക്കൽ കോളേജിലാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് പോകാനുള്ള സംവിധാനത്തിലോട്ടാണ് നിൽക്കുന്നത്. ഇതിൽ ഒരുപാട് ദുരൂഹതയുണ്ട്. ഈ മോട്ടീവ് സാമ്പത്തികം പറയുന്നു, മറ്റ് ആരോപണങ്ങൾ പറയുന്നു. വീട്ടുകാരായിട്ടുള്ള 2 പെൺകുട്ടികൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ അമ്മയുടെ ശരീരത്തിൽ ഗോൾഡ് ഉൾപ്പെടെ വരുന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പ്രതി പറഞ്ഞിട്ടുള്ളത് ഗോൾഡൊന്നും അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു, മൊബൈൽ മാത്രമേ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ, വേറൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. പോലീസിന്റെ നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. മുഴുവൻ പോലീസ് സംവിധാനം അതിനോടൊപ്പം സഹകരിച്ച് നിൽക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചത്. ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പോലീസും ജനപ്രതിയായിട്ടുള്ള നമ്മൾ ഉൾപ്പെടെ വരുന്നവരെല്ലാവരും കൂട്ടായി നിന്ന് പ്രവർത്തിക്കുകയാണ് അതിനോടൊപ്പം. ഒരു കാര്യം കൂടെ, ഈ വിനോദും പ്രിയംവദയുമായി ഒരു പണമിടപാടുകൾ നടന്നിരുന്നു, അതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം. അപ്പോൾ വായും ഇങ്ങനെ പിടിച്ചപ്പോൾ ശ്വാസം മുട്ടി മരിച്ചു, അതിനുശേഷമാണ് ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ പോയതെന്നൊക്കെ പറയുന്നുണ്ട്. വിനോദിന് സഹോദരന്റെ സഹായവും കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലും ഇനി വ്യക്തത വരേണ്ടതുണ്ട്. കുറെ നാളായി അവരവിടെയുള്ളവരാണോ അതോ കുടിയേറി താമസിച്ചവരാണോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ട്? മാത്രമല്ല ഈ ഒരു കുടുംബത്തിന്റെയൊക്കെ ഒരു പ്രതികരണം എന്താണ്? പ്രിയമത നിലവിൽ ഈ പനച്ചമൂടിലെ സ്ഥിര താമസക്കാരിയാണ്. ഈ വിനോദ് എന്ന് പറയുന്ന കക്ഷി അതിന് തൊട്ട് മുമ്പായിട്ട്, അതായത് ഈ സംഭവം കൃത്യം നടന്ന സ്ഥലത്തുള്ള അവിടെ സരസ്വതി എന്ന് പറയുന്ന അവരുടെ മകളെയാണ്, സിന്ധു എന്നാണ് മകളെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഈ പറയുന്ന ഈ വിനോദ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ജോലിക്കും പോകുന്നതായിട്ടൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ കൂലിപ്പണിക്കായിട്ടുള്ള മേസ്തിരി പണിക്ക് പോകുന്നതായിട്ടാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അല്ലാതെ അവിടെ നിരന്തരം ശല്യക്കാരെന്ന് വെച്ചാൽ പുറത്ത് ആൾക്കാരുടെ അടുത്ത് ശല്യങ്ങളൊന്നുമില്ല. എന്നാൽ ഈ അവരുടെ വീട്ടിൽ നിരന്തര ശല്യമാണ്. അവന്റെ ഭാര്യ ഗൾഫിൽ നിന്നിട്ട് 1 മാസം മുമ്പും എന്നെ വിളിച്ചിരുന്നു. ഇതുപോലെ വീട്ടിലെ പഴയ സാധനങ്ങൾ എടുത്തുകൊണ്ട് വിൽപ്പന നടത്തുന്നു, അത് വിറ്റാണ് അവിടെ കുടിക്കുന്നത്, അവിടെ പ്രശ്നങ്ങളുണ്ട്, മെമ്പർ നിലവിൽ അവിടെ ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ അമ്മയുടെ അടുത്ത് ഈ കാര്യം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിരന്തരമായി വിനോദ് ഈ കൃത്യം നല്ല പ്ലാൻഡ് ആയിട്ട് ചെയ്തതുപോലെ തോന്നി. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഈ സംഭവം നടക്കുന്നത് ഇന്നലെ രാവിലെ തന്നെ തൊട്ട് അയൽവാസികളായിട്ട് 2 പേരുടെ അടുത്ത് സംസാരിക്കുകയാണ്. വിനോദനെ സംസാരിക്കുകയാണ്, എന്തെങ്കിലും അറിഞ്ഞോ, എന്തെങ്കിലും വിവരം കിട്ടിയോ, ഈ പറഞ്ഞ 2 പെൺകുട്ടിയുടെ അടുത്തും ചോദിക്കുകയാണ്, എന്തെങ്കിലും വിവരം കിട്ടിയോ, എന്തെങ്കിലും അറിഞ്ഞു എന്നൊക്കെ. അപ്പൊ ആ രീതിയിലാണ് അവന്റെ പ്ലാൻഡ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇത് ക്രൂരമായ സംഭവമാണ് അവിടെ നടന്നത്. നമ്മുടെ വാർഡിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ പരിസര പ്രദേശത്ത് തന്നെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു സംഭവത്തിലായിട്ടാണ് പോയത്. പിന്നെ ഈ നിലവിൽ അറിയാൻ സാധിച്ചത് വഴി കൂടെ നടന്നു വന്നപ്പോഴും കാണുകയും ആ സ്ത്രീ അടിക്കുകയും ബോധം പോവുകയും, എന്നാൽ ബോധം പോയതിനു ശേഷം അവർ കട്ടിഞ്ഞിരിക്കി കൊന്നതായിട്ടാണ് നിലവിൽ പോലീസിനോട് മൊഴി കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇതിലൊന്നും വ്യക്തതയില്ല. പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതിന്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടിയാൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരാൻ പറ്റുള്ളൂ. പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഈ മോട്ടീവ് സാമ്പത്തികമാണോ വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ പോലീസിന്റെ അന്വേഷണത്തിൽ കൂടെ മാത്രമേ അറിയാൻ സാധിക്കൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.